വിദേശകാര്യ വിദഗ്ധൻ ശ്രീ ജോസൂട്ടി നമുക്കൊപ്പം ചേരുന്നു. സ്വാഗതം ജോസൂട്ടി. നമുക്കറിയാം, ഇപ്പോൾ വരുന്ന ഏറ്റവും സങ്കടകരമായ വാർത്ത മാർപ്പാപ്പ കാലം ചെയ്തു. സഭയെ സംബന്ധിച്ച് വലിയ നഷ്ടം തന്നെ. പക്ഷേ മാർപ്പാപ്പമാരുടെ ഒരു പട്ടിക നോക്കുമ്പോൾ ഏറെ വ്യത്യസ്തനായിരുന്നല്ലോ ഫ്രാൻസിസ് മാർപ്പാപ്പ. എങ്ങനെ സ്മരിക്കുന്നു അദ്ദേഹത്തെ? സഭയുടെ ചരിത്രത്തിൽ വളരെ വിപ്ലവകരമായിട്ടുള്ള പല മാറ്റങ്ങൾക്കും തുടക്കം കുറിച്ച പിതാവായിരുന്നു. സഭയെ യാഥാസ്ഥിക ചിന്തകൾ ഒരു കാലഘട്ടത്തിൽ ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ അതിനൊക്കെ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ വേണ്ടിയിട്ട് സഭയുടെ രൂഢമൂലമായ പല വിശ്വാസങ്ങൾക്കും കാലോചിതമായ മാറ്റങ്ങൾ അദ്ദേഹം വരുത്തിയെന്നുള്ളത് വളരെ സ്മരിക്കേണ്ട കാര്യമാണ്. അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് വിവിധ മത വിഭാഗങ്ങൾ എത്തരത്തിലാണ് വിട്ടുവീഴ്ചകൾ വരുത്തേണ്ടത്, എത്രമാത്രം സഹവർത്തിത്വത്തോടുകൂടി ജീവിക്കണം എന്നതിനെ കുറിച്ചൊക്കെ വലിയ സന്ദേശമാണ് അദ്ദേഹം നൽകിയത്. സമൂഹത്തിൽ തിരസ്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങളെ തന്നോടൊപ്പം ചേർത്ത് നിർത്തിക്കൊണ്ട് അവരെയെല്ലാം നമ്മുടെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും വളരെ ശക്തിയുക്തം അദ്ദേഹം പ്രതിപാദിക്കുകയും അതിനെക്കുറിച്ച് വിവിധങ്ങളായിട്ടുള്ള ലേഖനങ്ങളിലെ ഉദ്ധരണികളിലേക്കൊക്കെ ആവർത്തിച്ച് അദ്ദേഹം പറയുകയും ചെയ്തിട്ടുണ്ട്. അതെല്ലാം കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം, സഭാ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം തന്നെ അതിനേക്കാൾ ഉപരിയായി അദ്ദേഹം ഒരു ലോകത്തെ ആകമാനം മനുഷ്യനെ ഒരു വലിയ മനുഷ്യ സ്നേഹിയായി മാറുന്ന ഒരു കാഴ്ചയാണ് ഈ ലോകത്ത് കാണുവാൻ കഴിയും. ഇന്ന് നമ്മുടെ ലോകം പല രീതിയിലുള്ള യുദ്ധങ്ങളും കെടുതികൾക്കും ഒക്കെ സാക്ഷ്യം വഹിക്കുകയാണ്. ആ ഘട്ടത്തിൽ ഈ യുദ്ധങ്ങളെല്ലാം അദ്ദേഹം പാശ്ചാത്യ രാജ്യങ്ങളെ തന്നെ വിമർശനാത്മകമായിട്ടാണ് ഇസ്രായേൽ പാലസ്തീൻ യുദ്ധത്തിൽ പോലും കണ്ടത്. ആ യുദ്ധങ്ങൾ അവസാനിക്കേണ്ടതിന്റെ ആവശ്യകത ഇസ്രായേൽ റഷ്യ യുദ്ധത്തിലാണെങ്കിലും അതുപോലെ പാലസ്തീൻ പ്രശ്നത്തിലാണെങ്കിലും മറ്റ് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളെ സംബന്ധിച്ചാണെന്നെങ്കിലും ഒക്കെ അദ്ദേഹത്തിന്റെ നിലപാട് വളരെ വ്യക്തമാണ്. അദ്ദേഹം സഭയ്ക്കൊരു നഷ്ടം എന്നതിനേക്കാൾ ഉപരിയായി ആധുനിക മനുഷ്യനെ പ്രകാരം ജീവിക്കുന്നതിനെ കുറിച്ചിട്ടുള്ള വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട്, അല്ലെങ്കിൽ നിലവിലുണ്ടായിരുന്ന പല കാഴ്ചപ്പാടുകളെ മാറ്റിമറിക്കുന്ന രീതിയിൽ മനുഷ്യസ്നേഹിയായി മാറിയ ഒരു വലിയ ആത്മീയ നേതാവായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. അദ്ദേഹം സഭയ്ക്കും ലോകരാഷ്ട്രത്തിനും മനുഷ്യ സ്നേഹികൾക്കെല്ലാം തന്നെ ഒരു തീരാ നഷ്ടമാണ് അദ്ദേഹത്തിന്റെ വിയോഗം എന്ന കാര്യത്തിൽ സംശയമില്ല. തന്നെ ഒരു വലിയ തർക്ക വിഷയമാണ് സ്ത്രീകളെ പൗരോഹിത്യത്തിലേക്ക് കൊണ്ടുവരണോ എന്നുള്ളത്. അദ്ദേഹം അതിനനുകൂലമായിട്ടുള്ള നിലപാടാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ കുടുംബത്തിൽ നമുക്കറിയാമല്ലോ, പുരുഷ മേധാവിത്വമുള്ള ഒരു കുടുംബ സമ്പ്രദായമാണുള്ളത്. അതിനെയും അദ്ദേഹം വലിയ രീതിയിൽ ചോദ്യം ചെയ്യുകയും കാലോചിതമായിട്ടുള്ള പരിഷ്കാരങ്ങൾ മാറ്റണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ മാത്രമല്ല, കത്തോലിക്ക സഭയുടെ വിശ്വാസ പ്രമാണങ്ങളിൽ പലതും അദ്ദേഹം മാറ്റിമറിക്കുന്ന രീതിയിൽ ആശയങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം വലിയ രീതിയിലുള്ള സഭയിലെ എല്ലാ മതങ്ങളിലും ആചാരങ്ങളുണ്ട്. ഓരോ കാലത്തിന് ചേർന്നുള്ള ആചാരങ്ങൾ ആ കാലഘട്ടത്തിൽ അത് വളരെ പ്രസക്തമാണെന്നെങ്കിലും കാലഘട്ടം മാറുന്നതിനനുസരിച്ച് അത്തരം ആചാരങ്ങൾ അനാചാരങ്ങളായിട്ട് മാറുന്നു എന്നുള്ളതാണ് മനുഷ്യ ചരിത്രം തന്നെ. പക്ഷേ അതിനെ പുരോഗമനപരമായി സമീപിച്ചുകൊണ്ട് കാലോചിതമായി മാറ്റങ്ങൾ വരുമ്പോഴാണ് ഒരു ആത്മീയ നേതാവാണെങ്കിലും രാഷ്ട്രീയ നേതാവാണെങ്കിലും ഒക്കെ മനുഷ്യകുലത്തിന് സേവകന്മാരായി മാറുന്നത്. അത്തരത്തിൽ അദ്ദേഹം കൊണ്ടുവന്ന വലിയ മാറ്റങ്ങൾ എക്കാലവും സ്മരിക്കപ്പെടും. അതുതന്നെ കത്തോലിക്ക സഭയുടെ കാലോചിതമായ മാറ്റത്തിന്റെ വലിയ ഒരു സംഭാവനയാണ് അദ്ദേഹം നൽകിയെന്ന കാര്യത്തിൽ സംശയമില്ല.